ഒരു 7500 മിക്സിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. ആ മലയാളി കമ്മ്യൂണിറ്റീസ് കഴിക്കുന്ന നമ്മൾ മലയാളി പ്രൊഡക്റ്റുകളൊക്കെ ഇവിടുന്ന് ഇതേപോലത്തെ ഞങ്ങളെ ഇതേപോലത്തെ കമ്പനികൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതെ, ഈ പോലീസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഞാൻ സത്യം പറഞ്ഞ മാർക്കറ്റിലാണ്ടപ്പോ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ എന്താ എവിടുന്നാ ഇത് ചെയ്യുക, എങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ചക്കയിൽ നിന്നൊരു ലേസ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നൗഷാദേ, റീംക, എനിക്ക് നിങ്ങളെ നേരിട്ടും പരിചയമുണ്ട്, പിന്നെ സൊക്കു വഴിയും നമ്മളെ കമ്മ്യൂണിറ്റി വഴിയെല്ലാം പരിചയമുണ്ട്. പക്ഷെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ട്രോപ്പിക്കൽ റൂട്ട്സിലേക്ക് വന്നത് എങ്ങനെയാണ് ട്രോപ്പിക്കൽ റൂട്ട്സ് ഡിറൈവായി വന്നത്, ഏതാ സോഴ്സ് ഒന്ന് പറയാം. തീർച്ചയായിട്ടും ട്രോപ്പിക്കൽ റൂട്ടിലേക്ക് വന്ന സ്റ്റോറി എന്ന് പറഞ്ഞാല്, ഞാൻ 2018 വളരെ ചെറിയ രീതിയിൽ, അതായത് വീട്ടിൽ കിച്ചണിലൊരു 7500 മിക്സിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ്. അത് ഉപ്പ് ചേർത്ത് തേങ്ങ അരച്ച് അത് ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങിയത്. പെരുമ്പാവൂര് തന്നെ, പെരുമ്പാവൂരാണ് എന്റെ സ്വദേശം. അപ്പൊ അത് കാറ്ററിംഗുകാർക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. പിന്നീട് അവര് വറുത്തരച്ച തേങ്ങ ചോദിച്ചു, അപ്പൊ നമ്മൾ വറുത്തരയ്ക്കാൻ തുടങ്ങി. പിന്നെ തേങ്ങാപ്പാൽ ചോദിച്ചു, അങ്ങനെ തേങ്ങാപ്പാൽ എടുത്തു കൊടുത്തു. അത് കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സംരംഭം മാറ്റേണ്ട ഒരു സമയം എന്ന് മനസ്സിലായി. ആ സമയത്ത് നമ്മൾ 2500 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ മാറി. അത് 2018 ഓഗസ്റ്റ് 15-നാണ്. അന്നാണ് ശരിക്കും ഫസ്റ്റ് പ്രളയം. ഫസ്റ്റ് പ്രളയം വന്നു, പിന്നെ രണ്ടാമത് സെക്കൻഡ് പ്രളയം വന്നു, പിന്നെ അങ്ങോട്ട് നിരന്തര കൊറോണ ആയിരുന്നു. ഇതിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പതിയെ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പൊ അതില് പ്രൊപ്പറേറ്റർ ആയിട്ട് നമ്മൾ ചെയ്തു. പിന്നീട് ഡൊമസ്റ്റിക് മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ സത്യത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കുറെ അതിന്റെ പുറകിൽ നമ്മൾ ശ്രമിച്ചു. നമ്മൾ തന്നെ, ഞാനും എൻ്റെ സുഹൃത്തും കൂടി നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള പല സൂപ്പർ മാർക്കറ്റുകളിൽ നമ്മൾ സപ്ലൈ ചെയ്തു. ഈ സപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ സപ്ലൈ ചെയ്യാൻ ഒരു ഫെസിലിറ്റി, മീൻസ് വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. നമ്മൾ ആദ്യത്തെ വർഷം നമ്മൾ 2 പേരേ ഉള്ളൂ കമ്പനില്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു, നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് കടകളിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ തന്നെ വീണ്ടും പോകുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ അത്രത്തോളം പ്രാക്ടിക്കലി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഗതിയല്ല. കാരണം നമ്മൾ തേങ്ങയിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ തേങ്ങ കേടുകൂടാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഫ്രീസിങ് സംവിധാനം വേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് സാധാരണ 2 ചെസ്റ്റ് ഫ്രീസറാണ്. ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ള 2 ചെസ്റ്റ് ഫ്രീസർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് നമ്മളൊരു 6 ടണ്ണിന്റെ ഒരു കോൾഡ് റൂമായിട്ട് നമ്മൾ ചെയ്തു. പിന്നെ 1 ടണ്ണിന്റെ നമ്മൾ ബ്ലാസ്റ്റ് ഫ്രീസിംഗ് എന്ന് പറയും, -40 ഫ്രീസ് ചെയ്യുന്ന ഒരു സംവിധാനം. ഈ സമയത്ത് നിങ്ങൾ ഹയറിംഗ് എന്തെങ്കിലും നിങ്ങൾ 2 പേര് മാത്രം? ആദ്യത്തിൽ പിന്നെ രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും 13 പേരായി. പിന്നെ അത് ഗ്രാജുവലി നമ്മളുടെ വർക്ക് അതുപോലെ കൂടി വന്നു, ഗ്രോത്ത്. ശരിക്കും കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അത്ര എളുപ്പമല്ല. ഇതിന്റെ ശരിക്കുള്ള കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. അപ്പൊ ഇതൊരു ഫ്രോസൺ ഫുഡ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ആ ഒരു ഫ്രോസൺ ഫുഡിന്റെ ആ ഒരു ഇൻഫ്രയിലേക്ക് വരെയും ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞ് ആ ഒരു കസ്റ്റമർ സെഗ്മെന്റിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനൊരു സക്സസ് മോഡലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലായി. അപ്പം മുതൽ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ, എങ്ങനെ ഇതൊരു എക്സ്പോർട്ട് മാർക്കറ്റിൽ എത്തിക്കാന്നുള്ളതാണ്. ഒരു 2018 തുടങ്ങി ഏതാണ്ട് ഒരു 2020 ഒക്കെ ആയപ്പോഴാണ് നമുക്ക് ഒരു എക്സ്പോർട്ടറെ കിട്ടിയത്. അതായത് ഒരു 5 ടണ്ണ് ശരിക്കും നമുക്ക് എക്സ്പോർട്ടർ നിങ്ങൾ വേറെ ആൾക്ക് ചെയ്തു കൊടുക്കും, വേറെ ആൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ആളുടെ കൺസ്യൂമറിൽ നമ്മളുടെ ഒരു 5 ടണ്ണ് അയാൾ എന്ത് ചെയ്തു, നമ്മളുടെ പ്രോഡക്ട്സ് എടുത്തിട്ട് ആള് ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായിരുന്നു ബ്രാൻഡ് നെയിം എന്തെങ്കിലും? ഇല്ല, അവരുടെ ബ്രാൻഡിൽ അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. എക്സ്പോർട്ടിലേക്ക് നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ആ രീതിയിലാണ്. പിന്നീട് അതിന് നമുക്ക് റിപ്പീറ്റ് ഓർഡർ വന്നു. അതേപോലെ തന്നെ വേറൊരു എക്സ്പോർട്ടർ വന്നിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഒരു 7 ടണ്ണ് കൊണ്ടുപോയി. അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും നമുക്ക് അവിടുന്ന് വന്ന റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 or 6 കമ്പനികളുടെ ഗ്രേറ്റഡ് കോക്കനട്ട് വച്ചിട്ട് അവര് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞത് ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങളുടെ ഗ്രേറ്റഡ് കോക്കനട്ടിനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയേണ്ടത് പ്രചോദനമായി. പിന്നീട് 2021 ആയപ്പോഴേക്കും നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിലേക്ക്
നമ്മൾ വന്നു. അപ്പൊ സ്റ്റാഫ് എത്ര പേര്? സ്റ്റാഫ് 135 പേരിലേക്ക് വന്നു. ഈ ഫെസിലിറ്റി തന്നെ ഫെസിലിറ്റി അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്തു. എറണാകുളത്ത് തന്നെ പിന്നെ എറണാകുളത്ത് തന്നെ കൂടുതൽ ഇതിലേക്ക് പോയി. പിന്നെ ആ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗിൽ നമ്മളൊരു 28 കണ്ടെയ്നറോളം നമ്മൾ US നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അയക്കുകയുണ്ടായി. US മാർക്കറ്റ്. അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നമ്മള് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബിസിനസിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സംരംഭം തുടങ്ങുന്നതിന് ശരിക്കും ബേസിക് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷെ ഒരു സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ അതിന് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്ര അപ്ഡേറ്റ് ആയിരിക്കണം, നടത്തിക്കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ബി സ്കൂളിനെ പറ്റി അറിയുകയും അവിടെ ഒരു എക്സിക്യൂട്ടീവ് MBA ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി അതിന്റെ കഴിഞ്ഞ ബാച്ചുകളിൽ പഠിച്ച ആളുകളോട് ഞാൻ അന്വേഷിച്ചു. അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ നല്ല ആ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ശരിക്കും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനായിട്ട് ബി സ്കൂളിൽ വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ബി സ്കൂളിൽ ഒരു 1.5 വർഷം നമ്മൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് 35ഓളം നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ബിസിനസ്സിലുള്ള ആളുകൾ, ഓരോ ബിസിനസ്സിലും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ ക്ലാസ് കഴിയുന്നതിന്റെ ഒരു മാസം മുമ്പാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ആലോചന വരെയും. അപ്പോ നമ്മുടെ ബി സ്കൂളിൽ നമ്മൾ 6 പേര് കൂടിയിട്ട് ആണ് പിന്നീട് ട്രോപ്പിക്കൽ റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ആശയത്തിലേക്ക് ഇത് വന്നത്. അപ്പൊ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് തുടങ്ങി നടന്നിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്, ശരിക്കും ഒരു നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ട്രോപ്പിക്കൽ റൂട്ട്സ് എന്ന് പറഞ്ഞ സംരംഭമായിട്ട് ഞങ്ങൾ 6 പേരും ഞങ്ങളുടെ 2 അടുത്ത സുഹൃത്തുക്കളായിട്ട് 2 പേരും കൂടെ ചേർന്ന് 8 പേര് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ട്രോപ്പിക്കൽ റൂട്ട്സ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ട്രോപ്പിക്കൽ റൂട്ട്സിലേക്ക് എത്തിയത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എക്സ്പോർട്ട് മാർക്കറ്റിലാണ് നിങ്ങളെ പ്രൊഡക്റ്റിന് ഫ്രോസൺ ഫുഡ്സിനുള്ള മാർക്കറ്റ് ഉണ്ട്. നൗഷാദ് എങ്ങനെ ട്രോപ്പിക്കൽ റൂട്ട്സ് അല്ലെങ്കിൽ റെയിൻ ഖാന്റെ അടുത്തേക്ക് എത്തിയത്? അത് ഈ സുക്കുവിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ? ശരിക്കും ട്രോപ്പിക്കൽ റൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ശരിക്കും നമ്മളൊരു ഈ ഒരു ട്രോപ്പിക്കൽ റൂട്ട്സ് മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രോപ്പിക്കൽ റൂട്ട്സിന്റെ ഒരു ബീജഭാവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കോയിൻസിഡൻസ് ആണ്. ഈ ബിസിനസ്സിൽ A to Z 0 മുതൽ ഇതിങ്ങനെ നമ്മൾ ഓരോ സമയത്തും ഇതിന്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണം ഫുൾ ഒരു കോയിൻസിഡൻസിലൂടെയാണ്. ശരിക്കും ഞാൻ ഈ ഫുഡ് സെക്ടറിൽ ഞാൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഞാൻ കോളേജ് പഠനകാലത്ത് കോളേജിന് ശേഷം എന്ത് ബിസിനസ് ചെയ്യും എന്നൊക്കെയുള്ളൊരു, കാരണം ഒരിക്കലും ജോലി എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമല്ല. നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ സ്വന്തം എന്ത് ബിസിനസ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമുക്കൊക്കെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെ പരിധി നടക്കുന്ന സമയത്താണ് ശരിക്കും കേരള ഗവൺമെന്റിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ളൊരു ഒരു കേരള ഗവൺമെന്റ് ഒരു സെമിനാർ പിന്നെ മലപ്പുറത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങൾ ജോയിൻ ചെയ്തു. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് അത് ഭയങ്കരമായിട്ടുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. ശരിക്കും അത്രയും കാലം നമുക്ക് ഒന്നും നമ്മളെ നാട്ടിലും ശരിക്കും എക്സ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രചാരത്തിലില്ലല്ലോ. ഇപ്പോഴും അങ്ങനെയാണ് ശരിക്കും. അപ്പൊ എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ വിദേശ നാണ്യം ഇങ്ങോട്ട് തരികയും നമ്മളെ കേരളത്തിലെ നമ്മളെ ഇന്ത്യയിലെ തനതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ലോകം ഉണ്ട് എന്നുള്ളത് അന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ എന്ത് പ്രൊഡക്റ്റ്, അങ്ങനെ ഒരു ആശയം കിട്ടി. പിന്നെ എന്ത് എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമായി. അപ്പോൾ വീണ്ടും നമ്മളത് സെർച്ച് ചെയ്തു. ചക്ക എന്നുള്ള ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മളത് എത്തുന്നത് അങ്ങനെയാണ്. കാരണം ഇപ്പം നമുക്ക് ലെയ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ആണ്. അപ്പൊ അത് വേൾഡിലെ നമ്പർ 1 ഒരു ഫുഡായിട്ട് ലെയ്സ് മാറിയപ്പോൾ എന്തുകൊണ്ട് ചക്കയിൽ നിന്നൊരു ലെയ്സ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത നമ്മൾ സുഹൃത്തുക്കൾക്കായിട്ട് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചക്കയിൽ നിന്ന് ഒരു ചിപ്സ്, അതൊരു ഫ്ലേവേർഡ് ചിപ്സ് ആയിട്ട് നമുക്കൊരു മാർക്കറ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ആ പിന്നെ ചക്കയെ കുറിച്ച് കുറെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് അങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലാണ്. നമ്മൾ സുഹൃത്തുക്കൾ ഒരു തൃശ്ശൂര് അദ്ദേഹത്തെ പോയി കണ്ട് ആളോട് ചോദിച്ചപ്പോ ഇതില് മണ്ണുത്തി അല്ല, നമ്മള് പിന്നെ തൃശ്ശൂര് നമ്മൾ അവിടെ ഒരു ഗവൺമെന്റ് ഒരു DIC ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹമാണ് പറഞ്ഞത് ചക്കയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒരു പൊട്ടാറ്റോ ചിപ്സ് പോലത്തെ ഒരു ചിപ്സ് ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കൂല. അത് മാത്രമല്ല നിങ്ങളാകെ അന്ന് എന്റെ പ്രായം എന്ന് പറഞ്ഞത് 22 വയസ്സ് 23 വയസ്സുള്ളൂ. അപ്പം ആ ഒരു പ്രായത്തെ കണ്ടിട്ടും ആൾ എന്ത് ചെയ്തു, പിന്നെ ഈ ചക്ക എന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും അത് ആള് ഭയങ്കരമായിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്ത് നിരാശപ്പെട്ട് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മളെ തൃശ്ശൂര് പിന്നെ അവിടെ നമ്മളെ പിന്നെ തൃശ്ശൂർ പൂരൊക്കെ നടക്കുന്ന ആ ഒരു മൈതാനത്താണ് ഞങ്ങൾ അതും പിന്നെ ആ ഒരു സങ്കടപ്പെട്ടിരുന്നിരുന്നത്. ഇപ്പോൾ അത് ഓർത്തു പോവാണ്.
അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു അതിനോടുള്ളൊരു മാനസികമായിട്ട് സങ്കടപ്പെട്ട് പിന്നെ നമ്മൾ അങ്ങനെ പിന്നെ വേറെ ബിസിനസ്സിലേക്ക് നമ്മൾ ഗാർമെന്റ്സ് ബിസിനസ്സിലേക്ക് കടന്നു. അങ്ങനെ ഗാർമെന്റ്സിൽ നമ്മൾ വളരെ ഗാർമെന്റ്സ് ബിസിനസ്സിലേക്ക് കടന്നു വളരെ സക്സസ് ആയിട്ട് നമ്മൾ ഗാർമെന്റ്സ് 2015 മുതൽ നമ്മൾ വളരെ വർഷങ്ങളോളം നമ്മൾ ഗാർമെന്റ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2018 റഹീംക്ക പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2018 ഞാനൊരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അതും തന്നെ നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമായിരുന്നു, ഇവിടെ നാട്ടിൽ തന്നെ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളൊരു കാറ്ററിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല ഭക്ഷണം കഴിപ്പിക്കല്, അത് എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ്. അപ്പൊ ഒരുപാട് സ്ട്രഗ്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ വന്ന് അങ്ങനെ പിന്നെ നമുക്ക് പിന്നെ അപ്പോൾ നമുക്ക് ഗാർമെന്റ്സ് ഉണ്ടായിരുന്നു, ഈ കാറ്ററിംഗ് ഉണ്ട്, വേറെ 1-2 ചെറിയ ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഒരു ഗ്ലോബൽ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബി സ്കൂളിലേക്ക് ഞാനും തന്നെ വരുന്നത്, ബി സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ ആ MBA എടുത്തു, എക്സിക്യൂട്ടീവ് MBA വളരെ സക്സസ് ആയിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ശരിക്ക് നമ്മൾ ഈ ഒരു ട്രോപ്പിക്കൽ റൂട്ട്സ് റഹീംക്ക നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ ട്രോപ്പിക്കൽ റൂട്ട്സ് അതും ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്ന് പെട്ടതാണ്. ഇപ്പോ അതെന്തായാലും വളരെ സക്സസ് ആയിട്ട് നമുക്ക് ട്രോപ്പിക്കൽ റൂട്ട്സ് പോകുന്നുണ്ട്. അത് മാത്രല്ല, ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു ചക്ക ഇന്ന് നമ്മൾ വേൾഡിലെ ഒരു 8-9 രാജ്യങ്ങളിലേക്ക് ആ ചക്കന്റെ പ്രൊഡക്റ്റുകൾ ഫ്രോസൺ ആക്കിയിട്ട് നമ്മളത് അയക്കുന്നു. നിങ്ങൾ ബിസിനസ് തന്നെ ജോലിയൊന്നും ചെയ്തിട്ടില്ല? ജോലി ആദ്യം അതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിലും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ അന്ന് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബ്ലണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ജോലിക്ക് പോകില്ല. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും നമുക്ക് പിന്നെ ജോലി എന്നുള്ളത് പിന്നെ നമുക്കത് പറയാൻ പറ്റും. പിന്നെ മുമ്പിൽ നമുക്ക് ആ ഒരു ഇതാണല്ലോ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആകെ പതറിപ്പോകുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് എത്തിയത്. റഹീംക്ക അപ്പം ഇങ്ങനെ ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് സ്റ്റേഷനറി ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു. അത് എന്താ ഇപ്പോഴും ഈ ഒരു ഇത്രയും ജേണിയിലിടയിലും ഒരു ഗ്യാപ്പ് ഇല്ല? അത് 2018 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോ ശരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മളിനി അടുത്ത ഇത് നമ്മൾ ഡൊമസ്റ്റിക്കിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ എല്ലാ ബ്രാൻഡുകളും എല്ലാ കമ്പനികളും വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ വേൾഡിലെ നമ്പർ 1 ഒരു പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ്. അത്രയും നല്ല മാർക്കറ്റാണ്, യങ്സ്റ്റേഴ്സ് അത്രയും കൂടുതലാണ്, എമർജിങ് ആണ്. പക്ഷേ ഈ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഫ്രോസൺ ഇൻഡസ്ട്രിയാണ്, നമ്മളിത് ഫുൾ 100% ഫ്രോസൺ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രോസൺ എന്ന് പറയുന്നത് നമ്മൾ വേൾഡിൽ വെസ്റ്റേൺ കൺട്രീസിൽ അത് ആദ്യം മുതലേ പ്രചാരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും ഫ്രോസൺ. ശരിക്കും ഫ്രോസൺ എന്ന് പറയുന്നത് 100% അത് ഒരു പിന്നെ പക്ക ഹൈജീനിക് ആയിട്ട് പക്ക 100% പ്രിസർവേറ്റീവ് ഫ്രീ ഫുഡാണ് ശരിക്കും ഫ്രോസൺ. പക്ഷെ അത് നമ്മളെ ഇന്ത്യയിൽ ഇപ്പൊ നമുക്കൊക്കെ ഒരു ഫ്രോസൺ എന്ന് പറയുമ്പോൾ നമ്മളൊരു അപ്രോച്ച് എന്താണ്, നമ്മളെ പിന്നെ വീട്ടുകാരൊക്കെ നമ്മളെ ഉമ്മമാര് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ശരിക്കും ഒരു കഴിക്കരുതെന്നല്ല, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് ശരിക്ക് നമ്മളെ ഒരു സറൗണ്ടിങ്സിലുള്ളത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. എന്നിരുന്നാലും ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ CAGR എടുക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഒരു CAGRൽ ശരിക്കും വേൾഡിന്റെ ഡബിളാണ് ശരിക്കും ഇന്ത്യൻ CAGR എന്ന് പറയുന്നത്. 2035 കൂടി ഇന്ത്യയിലെ CAGR എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15-20% ആണ് ഇന്ത്യയിലെ CAGR നമ്മൾ ഫ്രോസൺ ഇൻഡസ്ട്രി. ഇപ്പൊ ഏതെങ്കിലും വലിയ പ്ലേയേഴ്സ് ആരെങ്കിലും ഇതിലുണ്ടോ? ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് ഫ്രോസണിൽ നമ്മളെ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ട്. ഇപ്പോൾ ഹൽദിറാം ആയിക്കോട്ടെ, MTR ആയിക്കോട്ടെ, ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. പക്ഷെ അതിൽ ഇനിയും ഭയങ്കരമായിട്ടുള്ള ഒരു വാക്വം ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ശരിക്കും ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള റെസ്പോൺസ് കേരളത്തിൽ സപ്ലൈ ഇല്ല, ഞങ്ങളിപ്പോ ഇന്ത്യയിൽ എവിടെയും നമുക്ക് സപ്ലൈ ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഗ്ലോബൽ മാർക്കറ്റിലാണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോ റഹീംക്ക ട്രോപ്പിക്കൽ റൂട്ട്സ് വന്നു, അത് എസ്റ്റാബ്ലിഷ് ആയി, ഇപ്പൊ റണ്ണിങ് ഉണ്ട്. ഞാൻ നിങ്ങളെ യൂണിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രൊഡക്ഷൻ ഫ്ലോ അല്ലെങ്കിൽ ആ പ്രോസസ് നിങ്ങൾ എങ്ങനെ ചാർജ്, ട്രോപ്പിക്കൽ റൂട്ട്സിൽ നിങ്ങളെ ചാർജ് നിങ്ങൾ എന്താണ് ഡെസിഗ്നേഷൻ? ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്, കോ-ഫൗണ്ടറാണ്, മാനേജിംഗ് ഡയറക്ടർ. ഞാൻ കോ-ഫൗണ്ടറാണ്, വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ. ഈ പ്രൊഡക്ഷൻ ഇൻചാർജ് എല്ലാം പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെ ചെയ്യും? ഐ മീൻ ആ ഒരു ഫ്ലോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് നിങ്ങൾ സോഴ്സ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന വെജ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഫാക്ടറിയിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, സ്ലൈസ്ഡ് കോക്കനട്ട്, അത് ഒരു സെക്ഷനാണ്. ഓക്കെ. ഷെഡഡ് കോക്കനട്ട്, ഈ 3 രീതിയിലാണ് നമ്മൾ കോക്കനട്ടിൽ ചെയ്യുന്നത്. പിന്നെ കട്ട് വെജിറ്റബിൾസ്, ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്, കട്ട് ചെയ്തിട്ട് സാമ്പാർ കഷ്ണങ്ങൾ, അവിയൽ കഷ്ണങ്ങൾ, ഈ രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്.
പിന്നെ അത് കൂടാതെ സ്നാക്സിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്നാക്സ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, അതേപോലെ നമുക്ക് പൊറോട്ട വേറെ തന്നെ ഒരു ഡിവിഷനാണ്, ടപ്പിയോക്ക, ഇങ്ങനെ ധാരാളം പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഇതിലുള്ളത്. നമ്മളുടെ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട്. അത് ആ ബ്രാൻഡിൽ നമ്മളിപ്പോ ഒരു 40ഓളം പ്രോഡക്ട്സ് നമ്മുടെ ബ്രാൻഡിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ പ്രൈവറ്റ് ലേബലിംഗ് നല്ല കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അത് 100+ പ്രോഡക്റ്റ് അതിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ റോ മെറ്റീരിയൽ വരുന്ന തുടങ്ങി അതിന്റെ ഡെസ്പാച്ച് വരെയുള്ള ഒരു സിസ്റ്റമാണ്. അതിൽ നമ്മൾ റോ മെറ്റീരിയൽ വരുമ്പോൾ തന്നെ അതിനെ റാൻഡം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ പ്രൊഡക്ഷനിലേക്ക് എടുക്കുക. പിന്നെ അതിന്റെ ഓരോ പ്രോസസ്സിങ്ങിന്റെ സ്ഥലത്തും അതിന് വ്യക്തമായ ഒരു ചാർട്ട് നമുക്ക് അതിലുണ്ടാവും. അപ്പൊ അത് തേങ്ങ വന്നു, അത് ശരിക്കും നമ്മളത് വാഷ് ചെയ്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത്, അപ്പൊ അതിനെ ഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ ശരിക്കും നമ്മൾ കുറച്ചായിട്ട് എടുക്കുക. ഒരു ശതമാനം പോലും നമുക്കൊരു കേടായ തേങ്ങ വരാതിരിക്കാൻ വേണ്ടി ആ എടുക്കുന്ന പാർട്ടിനെ നമ്മൾ ടേബിളിലേക്ക് ഇട്ടിട്ട് ഗ്രേഡ് ചെയ്യും. അതിൽ ചെറിയൊരു ബ്ലാക്ക് പാർട്ടിക്കിൾ പോലും വരാത്ത രീതിയിൽ ഗ്രേഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് റാൻഡായിട്ട് അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും, സ്മെല്ല് ചെയ്യുകയും ചെയ്യും, നമ്മൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കി. അപ്പൊ അതൊരു ട്രോളി എന്ന് പറഞ്ഞാൽ 32 ട്രേ ആണ്. ഈ 32 ട്രേ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ടാണ് അത് ഫുള്ളായത്, എത്ര സമയം കൊണ്ട് അത് ചിൽ റൂമിൽ കയറി, ആ സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് ബ്ലാസ്റ്റ് ഫ്രീസിങ്ങിനാണ് പോവാം. ബ്ലാസ്റ്റ് ഫ്രീസിങ് കഴിഞ്ഞാൽ അത് പിന്നെ ആന്റി റൂം എന്ന് പറഞ്ഞിട്ട് ഒരു +4 ടെമ്പറേച്ചറിലാണ് അതിനെ റീപാക്ക് ചെയ്യുക കാർട്ടണിലേക്ക്. അവിടെ എത്ര ടൈം കൊണ്ട് അതിനെ കോൾഡ് റൂമിൽ കയറി, ഇതുവരെയുള്ള ഒരു ഡാറ്റ നമ്മളുടെ ഓരോ പ്രോഡക്റ്റിന്റെയും ഇതിൽ നമുക്ക് എന്തുണ്ടാവും, റെക്കോർഡിക്കലി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മൾ ക്വാളിറ്റിയിലും ഹൈജീനിലും നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് ശരിക്കും ട്രോപ്പിക്കൽ റൂട്ട്സ് ഇപ്പൊ ഇതിലോട്ട് പോകുന്നത്. ബ്ലാസ്റ്റ് ഫ്രീസിംഗ് എന്ന് പറയുമ്പോൾ അത് എത്ര ഡിഗ്രിയിലേക്കാണ് അത് ചെയ്യുന്നത്? -40യിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഞങ്ങള് ട്രോപ്പിക്കൽ റൂട്ട്സ് തുടങ്ങിയിട്ട് ശരിക്കും 1 year ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ 9 രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്വാളിറ്റിയും ഹൈജീനും മാത്രമാണ്. കാരണം സെയിം 9 രാജ്യങ്ങളിൽ സെയിം പ്രൊഡക്റ്റുകളാണ് പല ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ബ്രാൻഡ് നല്ല ബ്രാൻഡ് രാജ്യങ്ങൾ USA ഉണ്ട്, UK ഉണ്ട്, അയർലൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, ദുബായ് ഉണ്ട്, അതേപോലെ തന്നെ സൗദി അറേബ്യ ഉണ്ട്, കാനഡ ഉണ്ട്, പിന്നെ ആംസ്റ്റർഡാം, അടിപൊളി ഹോളണ്ട്, നമുക്ക് ഇത്രയും രാജ്യങ്ങൾ. ഇപ്പൊ ഞങ്ങള് എന്റെ ഗാർമെന്റ് ഇൻഡസ്ട്രിയിലാകുമ്പോൾ ഞങ്ങൾക്കൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഒരു സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഫ്ലോ ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അതുപോലെ QC സർട്ടിഫിക്കേഷൻസ്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ട്രോപ്പിക്കൽ റൂട്ട്സ് ഉണ്ട്? നമുക്ക് സർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 9 രാജ്യങ്ങളിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ USA ഉണ്ട്, അതുപോലെ തന്നെ അതിൽ UK ഉണ്ട്, അതുപോലെ തന്നെ EU കൺട്രീസ് ഉണ്ട് നമുക്ക്. അപ്പൊ തന്നെ അതുപോലെ തന്നെ GCC. അപ്പൊ ഇവരെല്ലാം നോംസും സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഡക്റ്റ് പോകുന്നത്. തീർച്ചയായും എനിക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ EU സ്റ്റാൻഡേർഡ് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാം, ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനുള്ള എന്തൊക്കെ നമുക്ക് എല്ലാ സർട്ടിഫിക്കേഷൻസ്, അതായത് EU ആയിട്ടുള്ള ഇപ്പൊ ഹസാപ്പ്, നമ്മൾ HACCP എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ സർട്ടിഫിക്കേഷൻസ് നമുക്കുണ്ട്, GMP നമുക്കുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അപ്പേഡ ലൈസൻസ്, കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പേഡ ലൈസൻസ് നമുക്കുണ്ട്, ISO-ന്റെ 22,000, അതുപോലെ തന്നെ FBA, അതുപോലെ തന്നെ ISO-ന്റെ 22,000, 9,000, ഇങ്ങനത്തെ എല്ലാ സർട്ടിഫിക്കേഷൻസും നമുക്കുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാം പ്രിപ്പയർ ആയിട്ട് എന്താ ഫ്യൂച്ചർ IPO എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ സിസ്റ്റം കൊണ്ടുപോകാനുള്ള കാരണം നമുക്ക് എന്താ വെച്ചാല് IPO-ലേക്ക് പോകുമ്പോൾ നമ്മളെ ഫൗണ്ടേഷൻ പക്ക സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് IPO-ല് നമുക്ക് അത് അത്ര എളുപ്പമല്ല. കാരണം IPO നമുക്കറിയാം, ഇപ്പോൾ ഈ കേരളത്തിൽ എത്ര കമ്പനികൾ IPO-ല് ചെയ്തിട്ടുണ്ട് നമുക്കറിയാലോ, ഇന്ത്യയിൽ എത്ര കമ്പനികൾ ചെയ്തിട്ടുണ്ട്. IPO-ല് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ നമുക്ക് IPO-ല് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കമ്പനി നമ്മൾ പക്ക ഒരു വിഷനും മിഷനും, അതുപോലെ തന്നെ നമുക്കൊരു 40 years നമുക്കൊരു ബിഹാഗ് നമുക്കുണ്ട്, ഒരു 40 years നമുക്കൊരു ലോങ് ടേം വിഷന്, അതുപോലെ തന്നെ ഗോള്, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ വളരെ പിന്നെ അടുത്ത് തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 9 കൺട്രിയിൽ ഇന്നമിൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ലേബിളായിട്ട്? ഇല്ല, ഇന്നമിൻ ഇപ്പൊ പോകുന്നത് മെയിനായിട്ട് UK-ലും അയർലൻഡിലും ദുബായ്,
സൗദി പോയിരുന്നത്. 4 കൺട്രി പോകുന്നുണ്ട്. പുതുതായിട്ട് ഇനിയിപ്പോ നമുക്ക് പൈപ്പ് ലൈനിൽ നമുക്ക് ഇറ്റലി ഉണ്ട്, ഓക്കെ. പിന്നെ മറ്റ് സിംഗപ്പൂർ ഉണ്ട്, പല രാജ്യങ്ങളും നമ്മൾ സംസാരം നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ കമ്പനി സ്ട്രക്ചർ 8 പേരുണ്ടെന്ന് പറഞ്ഞു. 8 പേരും എങ്ങനെ ഇതില് ഓപ്പറേഷൻസ് ആരൊക്കെ നോക്കുന്നത്, പിന്നെ ഈ മാർക്കറ്റിംഗ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ, അതെങ്ങനെ? തീർച്ചയായിട്ടും നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് ബോർഡാണ്. കാരണം അറിയാലോ, ഇപ്പോൾ ഫൈറൂസിന് അറിയാം നമ്മളെന്താണോ നമ്മൾ എക്സിക്യൂട്ടീവ് MBA പഠിച്ചിട്ട് അത് നമ്മളെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട്. ഇപ്പം റെയിംക അതിന്റെ MD ആണ്, മാനേജിംഗ് ഡയറക്ടറാണ്. പിന്നെ ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. നമുക്ക് ഒരു ചെയർമാൻ ഉണ്ട്, നമുക്ക് ബോർഡിന് നമുക്കൊരു ചെയർമാൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഡയറക്ടേഴ്സൊക്കെ നമുക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ഡയറക്ടേഴ്സിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. മാർക്കറ്റിങ്ങിന് ഒരു ഡയറക്ടർ ഉണ്ട്, HR ഡയറക്ടർ ഉണ്ട്, പർച്ചേസിന് ഡയറക്ടർ ഉണ്ട്. ഈ സ്റ്റാഫ് എത്ര പേരുണ്ട്? ഇപ്പോ നമുക്കൊരു 135 പേരുണ്ട്. ഈ ഇപ്പം ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഞാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കരുത്, നോർത്ത് ഇന്ത്യൻസ് കുറവാണ്, കൂടുതലും മലയാളീസ് ആണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ നമ്മുടെ കമ്പനി ഒരു 24/6 വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും താമസിച്ച് നിൽക്കുന്ന ആളുകൾ നമുക്ക് ആവശ്യമാണ്. ഒരു 45 ആളുകളും നോർത്ത് ഇന്ത്യൻസ് ആണ്, ബാക്കി എല്ലാവരും അവർ ഹൈജീനിക് എല്ലാം ചെക്ക് ചെയ്യുന്നതെങ്കിലും. തീർച്ചയായിട്ടും നമുക്ക് ഡെയിലി നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഡെയിലി നമ്മളെ സ്റ്റാഫുകൾ വന്നിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും നമ്മൾ തീർത്തതാണ്. നമുക്ക് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് നമുക്ക് പക്ക ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു QA മാനേജർ നമുക്കുണ്ട്. അവർ അണ്ടറിൽ QCs നമുക്കുണ്ട്. ഓരോ സെക്ഷനിലും QCs ഉണ്ട്. ഇപ്പോ നമ്മൾക്ക് വരുന്നത് ശരിക്കും വലിയ കമ്പനികളാണ് നമ്മളുടെ അടുത്ത് പ്രൈവറ്റ് ലേബലിംഗിന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കമ്പനി വന്നിട്ട് 46 ഐറ്റത്തിലാണ് അവര് ഓഡിറ്റിംഗ് ചെയ്തത്. 4 പ്രാവശ്യം ഓഡിറ്റിങ്ങിന് വന്നു. അവരുടെ ഓഡിറ്റിംഗ് ഉദ്ദേശം നിങ്ങളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനി ഓഡിറ്റിംഗ്. അപ്പൊ അതില് സൗത്തിൽ നിന്ന് അവര് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പാർട്ടി വന്നിട്ടാണ്. അതായത് ഈ ബയ്യറെ റെപ്രസെന്റ് ചെയ്തിട്ട് തേർഡ് പാർട്ടിയാണോ വരുന്നത്, അല്ലെങ്കിൽ ബയ്യർ ഓഫീസ്? ബയ്യർ ഡയറക്റ്റ് അവരെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. പ്ലാന്റ് അത്രയും നല്ല ഹൈജീൻ ആ ഫ്ലോയിൽ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. അതൊന്നും ബാക്ക്ടാക്ക് ചെയ്യാൻ പറ്റൂല. ബാക്ക്ടാക്ക് ചെയ്യാത്ത രീതിയിൽ റോ മെറ്റീരിയൽ വന്ന് അതെന്ത് ചെയ്യണം, ഫിനിഷ് ഗുഡ് ആയിട്ട് എന്ത് ചെയ്യണം, കണ്ടെയ്നറിൽ പോകണം. എങ്ങനെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു ഡേ അല്ലെങ്കിൽ വീക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എത്രയാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി? ഇപ്പൊ നമുക്ക് പെർ ഡേ ഇപ്പൊ ഞങ്ങളുടെ ഫ്രീസിംഗ് കപ്പാസിറ്റി ആണ് പറയുന്നത്. ഫ്രീസിംഗ് കപ്പാസിറ്റി നമുക്ക് ഒരു 4.5 ടണ്ണൊക്കെയാണ് നമുക്കിപ്പോ ഉള്ളത്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. പക്ഷെ അത് നമ്മളൊരു ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് വല്ലാതെ കൂടിക്കഴിഞ്ഞാല് നമുക്ക് അതുകൊണ്ട് ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫേസ് വരെ വ്യക്തമായ ഒരു പ്ലാൻ ഓൾറെഡി നമുക്ക് ഉണ്ട്. ഇപ്പൊ എന്റെ ഇൻഡസ്ട്രിയിൽ, ഗാർമെന്റ് ഇൻഡസ്ട്രി വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്റ്റിച്ചിങ്ങില് മെഷീൻ എടുക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ 2-3 ബ്രാൻഡ് ഉണ്ട്. ഇപ്പോ ഈ എംബ്രോയിഡറി, തജിമ അങ്ങനെ പറയുന്ന പോലെ. ഇതിപ്പോ നിങ്ങളെ ഇതിൽ മെഷീൻ എന്തെങ്കിലും സ്പെസിഫൈഡ് കൂളർ ആണോ? ഈ നമ്മളെ ഗ്ലാസ് ഫ്രീസർ എന്ന് പറയുന്നത് നമുക്ക് ജർമ്മൻ മെഷീൻ ആണ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ജർമ്മൻ മെഷീൻ ആണ്. വേൾഡിലെ നമ്പർ 1 മെഷീൻ ആണ് നമ്മളെ ഗ്ലാസ് ഫ്രീസറിന് ഉപയോഗിക്കുന്നു. ഓക്കെ. അതുവരെ ഇവര് പ്രിഫർ ചെയ്യുന്നുണ്ട് ബയ്യർ. അപ്പൊ ഈ അന്ന് ഞാൻ നിങ്ങളെ യൂണിറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു എന്താ പ്രൊഡക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അവര് വെയിറ്റ് എടുത്തിട്ടാണ് ആ സ്റ്റാഫ് ഒന്ന് അത് പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ അവരത് ട്രിം ചെയ്ത് കളഞ്ഞു. അതിന്റെ ഒക്കെ ഒരു ആവശ്യം? അത് അപ്പിയറൻസ് നന്നാവണമല്ലോ. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നന്നാവണം, ടേസ്റ്റ് വൈസ് നന്നാവണം, അതിന്റെ അപ്പിയറൻസ് നന്നാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ നല്ലൊരു ശതമാനം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് മാനുവലി തന്നെയാണ്. അത് ഗ്രാജുവലി നമ്മള് നല്ല വോളിയം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വോളിയം ബിസിനസ്സിലേക്ക് വരുമ്പോൾ പതിയെ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ഈ അന്ന് കണ്ട സുഗിയന്, പിന്നെ ഇലയട, ഇതെല്ലാം ഈ USA മാർക്കറ്റിലേക്കാണ് പോകുന്നത്. 100%. അതായത് ഫൈറൂസ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ, അവിടെയൊക്കെ നമുക്ക് മലയാളി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ആ മലയാളി കമ്മ്യൂണിറ്റീസ് കഴിക്കുന്ന നമ്മൾ മലയാളി പ്രൊഡക്റ്റുകളൊക്കെ ഇവിടുന്ന് ഇതേപോലത്തെ ഞങ്ങളെ ഇതേപോലത്തെ കമ്പനികൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അതെ. ഞാനത് നോക്കുന്നത്, ഇത് പുറത്തേക്ക് പോകുന്നു പറയുന്നു. ആര് അമേരിക്കൻസ് ഇത് കഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിക്കരുത്. ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സദ്യ, നമ്മളെ കേരളക്കാർക്ക് സദ്യ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതെ. പക്ഷെ സദ്യ ഇപ്പം യൂറോപ്പിലേക്കൊക്കെ പോകുന്നത് ഇതേപോലത്തെ ഫ്രോസൺ സദ്യ അവിടെ വളരെ നല്ല രീതിയിൽ അവിടെ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളിപ്പം UK സദ്യ അയച്ചു. അതുപോലെ തന്നെ അയർലൻഡിലേക്ക് നമ്മൾ സദ്യ അയച്ചു.
നമ്മൾ സദ്യ വളരെ ചോറടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രോസൺ ആക്കി ഫ്രീസ് ചെയ്ത് അയക്കുന്നത്. പിന്നെ നിങ്ങളെ പ്ലാന്റ് ഒന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ശരിക്കും നിങ്ങൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് വളരെയധികം, ഞാനും എൻ്റെ കമ്പനി ഇനി ഒരു ഫ്യൂച്ചറിൽ ഞാനൊരു കമ്പനി ഇടുകയാണെങ്കിൽ എനിക്ക് വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന കാണുന്ന രീതിയിലായിരിക്കണം എൻ്റെ ക്യാബിന് ഞാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടമായി. അതിൽ റഹീംക എന്നെ പ്ലാന്റ് കാണിക്കാൻ വേണ്ടി ബ്ലാസ്റ്റ് ഫ്രീസർ എല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഒരു വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ അതിനുള്ളിലേക്ക് കയറിയത്. അതെന്താ, എന്തിനായിരുന്നു അത്? ഞാൻ അന്ന് ചോദിക്കാൻ വിട്ടുപോയി. ക്ലോറിനാണ്. ക്ലോറിനില് ശരിക്കും ഫുഡ് ഇൻഡസ്ട്രീന്റെ അകത്തേക്ക് പോകാനും പുറത്തേക്ക് പോകാനും ഒറ്റ ഡോറേ ഉള്ളൂ. ഓക്കെ. അത് ശരിക്കും അതിന്റെ ഒരു ഫ്ലോന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ജെന്റ്സിനാണെങ്കിൽ അവർക്ക് അവരുടേതായ റൂം ഉണ്ടാവും, ലേഡീസിന് അവരുടെ റൂം ഉണ്ടാവും, ഇനി വിസിറ്റേഴ്സ് വരുമ്പോൾ സെപ്പറേറ്റ് റൂം ഉണ്ടാവും. ഇനി ആര് തന്നെയാണെങ്കിൽ അകത്തേക്ക് കയറണമെങ്കിൽ ക്ലോറിനിൽ കാല് ഡിപ്പ് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറുക. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് നമ്മള് സ്പീക്കർ വഴിയായിട്ട് നമ്മളുടെ എല്ലാ ഓരോ സെക്ഷനിലേക്കും ഓരോ 2 മണിക്കൂറിലും നമ്മളൊരു വോയിസ് പാസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കാൻ റിമൈൻഡർ ആയിട്ട്. അപ്പൊ അന്നേരം അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ ചില പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കണമെങ്കിൽ അതിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഹൈജീൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൃത്യമായിട്ട് ഇത് ചെയ്യും. പിന്നെ ഓരോ ഡിവിഷനിലും നമുക്ക് ഓരോ ക്യൂസി ഉണ്ടാവും. നമ്മൾ സാധാരണ കമ്പനികളിൽ ചിലപ്പോൾ ഒരു ക്യൂസി ആണെങ്കിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മളൊരു ക്യൂസിനെ വെച്ചിട്ട് അതിന്റെ റോ മെറ്റീരിയൽ വരുന്ന തുടങ്ങി അതിന്റെ ഫൈനൽ ഗുഡ്സിലാവുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യുന്നത്. ഈ റോ മെറ്റീരിയൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ കൊഴുക്കട്ട, പിന്നെ കട്ട് വെജിറ്റബിൾസ്, തേങ്ങ, ടാപ്പിയോക്ക, ഇതെല്ലാം സോഴ്സ് ചെയ്യുമ്പോൾ പലതും പല ഏരിയയിൽ ഗ്രോ ചെയ്യുന്നതാണ്, പല ഏരിയയിലും പല ക്വാളിറ്റിയാണ്. അതെങ്ങനെ അസസ് ചെയ്യും നിങ്ങൾ? ഡയറക്റ്റ് ഫാർമസി ആയിട്ട് ഏതെങ്കിലും കോൺട്രാക്ട് ആണോ അല്ലെങ്കിൽ ഏജന്റ് ആണോ? എങ്ങനെ? നമ്മളെ ഒരു മെയിൻ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഫാർമേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ട്രോപ്പിക്കൽ റൂട്ട്സിന്റെ ഒരു വലിയൊരു മോട്ടോ ആണ്. എംപവറിങ് ഫാർമേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാപ്പിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കോക്കനട്ട് ആണെങ്കിലും ഈവൻ ജാക്ക് ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഫാമിൽ നിന്ന് നമ്മൾ പ്രൊക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാം ഈ കേരളത്തിൽ നിന്നാണോ? തീർച്ചയായും 100% നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ കേരള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ തേങ്ങ, നിങ്ങൾക്കറിയാം, തേങ്ങ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തേങ്ങ കിട്ടും, കേരളത്തിൽ നിന്ന് തേങ്ങ കിട്ടും. പക്ഷെ നമ്മൾ 100% നമ്മൾ തേങ്ങ പ്രൊക്യൂർ ചെയ്യുന്നത് നമ്മളെ ബ്രാൻഡിൽ അല്ലെങ്കിൽ മറ്റു ആളുകൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ ഒരു കേരള കോക്കനട്ട് ആണ്. ഇത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് റോ മെറ്റീരിയൽ ബേസ് ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളുടെ വെണ്ടർ അഗ്രിമെന്റ് ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് നമ്മൾ തേങ്ങ അതിന് സ്വീറ്റ്നെസ് ഉണ്ടാവണം, അതിന് മിൽക്ക് ഉണ്ടാവണം, അത് 500 ഗ്രാമെങ്കിലും വെയിറ്റ് ഉണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി വെണ്ടർ അഗ്രിമെന്റിൽ വളരെ കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ ഈ ക്വാളിറ്റി ഇല്ല? തീർച്ചയായിട്ടും കേരള കോക്കനട്ടിന് അതിൻ്റെതായിട്ടുള്ള സ്വീറ്റ്നെസ്സും അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റും വേറെ തന്നെ ഉണ്ട്. കേരളത്തിൽ ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ? കേരളത്തിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മലബാർ റീജിയൻ ആയിട്ടുള്ള കുറ്റ്യാടി തേങ്ങ, നമുക്ക് എല്ലാവർക്കും ഒരു പേര് കേട്ടൊരു തേങ്ങയാണല്ലോ മലബാറിലെ കുറ്റ്യാടി തേങ്ങ. അങ്ങനെ പല ഏരിയകളിലും തേങ്ങ ഉണ്ട്. ഇപ്പോൾ ഒരു ജില്ലയിൽ തന്നെ പല ഏരിയയിലും നമുക്ക് നല്ല ടേസ്റ്റിൽ വ്യത്യാസം വരുന്ന തേങ്ങകളുണ്ട്. അത് ബാക്കി താപ്പിയൊക്കെ അത് പഴത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നാടൻ പഴമാണ്. ഓരോ ജില്ലയിലെയും പഴത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ നിങ്ങളിപ്പോ റോ മെറ്റീരിയൽ പറയുമ്പോൾ വർക്കേഴ്സിന്റെ സ്കില്ല് ഇപ്പൊ എല്ലാവർക്കും കൊഴുക്കട്ട ഉണ്ടാക്കാനും അറിയില്ല, ഇലയുടെ ഉണ്ടാക്കാനും അറിയില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഡിസ്ക്രൈബ്ഡ് വേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ വന്നു കഴിഞ്ഞാല് അതിനെന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങൾ? 6 പേര് സ്കിൽഡ് ആയിട്ടുള്ളവരുടെ കൂട്ടത്തിൽ 4 പേര് ഇട്ട് കൊടുത്താല് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരെന്ത് ചെയ്യും? അത്ര വലിയൊരു എഞ്ചിനീയറിംഗ് ഇല്ല, അത്രേ ഉള്ളൂ അത്. അപ്പൊ ഈ പ്രിപ്പറേഷനിൽ ഇപ്പൊ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ല ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഇത്ര ഗ്രാം എടുക്കണം, ഇത്ര ഗ്രാം മഞ്ഞപ്പൊടി, 2 സ്പൂൺ മഞ്ഞപ്പൊടി, അങ്ങനെ. നമുക്ക് ഒരിക്കലും നമ്മളൊരു സ്ഥാപനം, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈക്കണക്കല്ല. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഞങ്ങൾ ഉപ്പിടുകയാണെങ്കിൽ വരെ ഞങ്ങൾ അത് അളന്ന് അതിൻ്റെ ഒരു മെഷർമെന്റ് ഉണ്ട്. ആ മെഷർമെന്റിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ഒരു വേയിങ്, അത്രയും നമ്മളിപ്പോൾ ഒരു ഗോൾഡ് കളക്കുന്ന ആ ഒരു വേയിങ് മെഷീൻ, ഏറ്റവും ചെറിയ 2 ഗ്രാം 3 ഗ്രാം 5 ഗ്രാം ഒക്കെ കിട്ടുന്ന ആ ഒരു വേയിങ് മെഷീനിൽ നമ്മൾ വെയിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫില്ലിങ്ങും നമ്മൾ വേ ചെയ്തിട്ടാണ്. അതായത് ഒരു കൊഴുക്കട്ട ഇപ്പോൾ ഒരു പാക്കിൽ 5 പ്രൊഡക്റ്റ് ആണെങ്കിൽ 5 പ്രൊഡക്റ്റും സെയിം വലുപ്പമാവും, അതിന്റെ ഉള്ളിലുള്ള അതിന്റെ ഇൻഗ്രീഡിയന്റ് എല്ലാം സെയിം വലുപ്പമാവും, സെയിം മെഷർമെന്റ് ആവും. ഇപ്പൊ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പൊ കൊഴുക്കട്ടാണ് ഉണ്ടാക്കുന്നത്, ആ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആൾക്ക് ഇപ്പൊ എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ചെയ്യുന്നത് വരെ നമ്മളെ പ്രൊഡക്റ്റുകൾ, നമ്മളെ കമ്പനി എന്ന് പറഞ്ഞാൽ ഫുൾ SOP ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി. നമ്മളെ പ്രൊഡക്റ്റുകൾക്കൊക്കെ
ഒരു SOP എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമുക്ക് നമ്മളെ കമ്പനി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളിപ്പോ ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോയാലും അടുത്തൊരാൾ പുതിയൊരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ HR പക്ക ഒരു ട്രെയിനിങ് SOP കുറിച്ച് നമുക്ക് പക്ക ട്രെയിനിങ് ഉണ്ട്. ഒരു മെഷീനറിക്ക് നമുക്ക് SOP ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് SOP ഉണ്ട്, അതിന്റെ മേക്കിങ്ങിൽ നമുക്ക് SOP ഉണ്ട്. അപ്പം പക്ക SOP ആണ് അതിൽ മെയിൻ ഘടകം. SOP ഓറിയന്റഡ് ആണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെ ട്രോപ്പിക്കൽ റൂട്ട്സ് ഇവിടെ തന്നെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്, പിന്നെ എങ്ങനെ IPO എങ്ങനെ പ്ലാൻ പറയുന്നാവും? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ സത്യത്തില് 1 കിലോ നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ തിങ്ക് ചെയ്തത് 1000 കിലോ ചെയ്യുന്ന മിഷണറിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ ഒരു വലിയ ഡ്രീമായിരുന്നു സത്യത്തില്. അതാണ് ഇപ്പൊ ശരിക്കും നമ്മൾ ഇതിലേക്ക് എത്തിയിരുന്നത്. പിന്നെ ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബോർഡിന്റെ മുമ്പില് ഒരു ഫ്യൂച്ചർ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ നമുക്ക് നല്ല ധൈര്യം, കാരണം അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അതിനെ ഗൈഡ് ചെയ്യാനും പറ്റിയൊരു ബോർഡാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഫേസിലാണ് ട്രോപ്പിക്കൽ റൂട്ട്സ് ഉള്ളത്. അതിന്റെ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്, ഫോർത്ത് ഫേസ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പ്ലാന്റ് അതിനെ 24x6 ഓൾമോസ്റ്റ് ആവുകയാണ്. അത് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ സെക്കൻഡ് ഫേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതില് എന്തെല്ലാം മെഷീനറികളാണ് നമുക്ക് വേണ്ടത്, എത്ര ഇൻവെസ്റ്റ്മെന്റ് വരും, ആ സമയത്ത് എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത് എന്നുള്ളത് വ്യക്തമായി എഴുതപ്പെട്ട ഒരു ലക്ഷ്യം നമ്മളുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ 2040 വരെ നമുക്ക് വ്യക്തമായ ഒരു വിഷൻ ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ, എവിടെയാണ് ഹെഡ് ഓഫീസായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓരോ രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പ്രൊക്യൂർമെന്റ് എവിടെ നിന്നൊക്കെയാണ്, ഇതെല്ലാം വ്യക്തമായി നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെ 8 പേര്, നമ്മളെ ഡയറക്ടേഴ്സ് എല്ലാവരും എഴുതപ്പെട്ടിട്ടുണ്ട്. 8 പേര് ആരൊക്കെയെന്ന് പേര്? 8 പേര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ MD ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ MD റഹീംക, ഞാൻ വൈസ് പ്രസിഡന്റ് ആണ്. ഞങ്ങളെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ യൂനിസ് CP ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയുള്ള ഡയറക്ടേഴ്സ് ഒന്ന് മുജീബ് ക, നമ്മളെ റോയൽ ഡ്രൈവ് മുജീബ് ക, അതുപോലെ തന്നെ നമുക്ക് സജി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സജിയേട്ടൻ ഒരു ഡയറക്ടറാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഷബീർ ബിസ്മി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഡയറക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് ഹസൻ റനീഷ് എന്ന് പറഞ്ഞിട്ട് വേറെ ഡയറക്ടർ ഉണ്ട്. പിന്നെ KNP സുഫിയാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡയറക്ടർ. ഇങ്ങനെ നമുക്ക് 8 പേരാണ് നമ്മുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത്. റഹീം ഖാൻ, ഞങ്ങളെ കമ്പനി, ഞങ്ങൾ ഇൻഡസ്ട്രി മൊത്തമായിട്ട് വൈറ്റ് ലേബൽ മാനുഫാക്ചറിങ്. നിങ്ങളിപ്പോൾ നാളെ ടീഷർട്ട് അടിക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളെ ബ്രാൻഡിങ്ങിൽ അടിച്ചു തരും. അത് ഞങ്ങളെ പരിപാടി. ആ ഒരു സിസ്റ്റം നിങ്ങളെ ഈ കമ്പനിയിൽ ഉണ്ടോ അല്ലെ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ? നമ്മൾ വൈറ്റ് ലേബിളിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല കമ്പനികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ലേബിളിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മൾ. ശരി, അപ്പൊ നിങ്ങൾ ബ്രാൻഡും ഉണ്ട്, കൂടെ വൈറ്റ് ലേബിളും ചെയ്യുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഇപ്പൊ ഞാൻ വേറെ ഒന്നുകൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു പൊറോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ, അപ്പൊ അതൊരു പൊറോട്ട, ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പൊറോട്ട ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബ്രെഡ്. ഈ ഒരു ബ്രെഡ് എന്ന് പറയുന്നത് ഒരു പൊറോട്ട ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും അതൊരു ഒറ്റ പ്രൊഡക്റ്റ് ആണ്. ശരിക്കും ഇത് പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഇപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും ഒരു ബ്രാൻഡിൽ ഒരു പാക്കിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മളെ പ്രൊഡക്റ്റ് ഇനീഷ്യലി തന്നെ 35ഓളം പാക്കിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഡിഫറെന്റ് ഓഫ് നമുക്ക് അത്രയും SKUs ഉണ്ട്. 35 ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി. നമ്മളെ ഇന്നമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും നമ്മൾ വേറെ നമ്മൾ ഗൂഗിളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതല്ല. നമ്മളെ പ്രൊഡക്റ്റിലില്ല, നമ്മളെ പാക്കിംഗ് മെറ്റീരിയലിലെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ മാനുഫാക്ചർ ചെയ്ത് അത് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്, പാക്കിംഗ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്തത്. അപ്പൊ ഇനീഷ്യലി തന്നെ ഞങ്ങൾ 35ഓളം നമ്മളെ ഒരു SKUs നമ്മൾ പ്രൊഡക്റ്റ് പാക്കിംഗ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സില്ലി ടാസ്ക് അല്ല ശരിക്കും, കാരണം അത്രയും ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അതിലായിട്ടുണ്ട് പാക്കിംഗ് മെറ്റീരിയൽ. അപ്പം ഞങ്ങൾ ഓൺ ബ്രാൻഡിന് അത്രയും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് അറിയാലോ ഫൈറൂസിന് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ടൈം നമുക്ക് വർക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അപ്പൊ ഒരു രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മളൊരു മെയിൻ ഒരു ഉദ്ദേശമാണ്. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ ട്രോപ്പിക്കൽ റൂട്ട്സിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു തീർന്നില്ല. പക്ഷെ ഒരിക്കലും ഫൈറൂസിനെ പറ്റി നമ്മൾ എന്താണെന്നുള്ളത് ഞാൻ ഇതുവരെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശരിക്കും ഫൈറൂസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ശരിക്കും ഒരു ഗവൺമെന്റ് പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ്സിലേക്ക്, ഒരു ഗാർമെന്റ്സ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് എന്നുള്ളത് ശരിക്കും എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനുള്ള ഒരു ആൻസർ എന്താണ് ഫൈറൂസ്? നമ്മളെ നാട്ടിലുള്ള ഇപ്പൊ എല്ലാ മലബാറുകാരും, എന്റെ അഭിപ്രായത്തിൽ കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ വാപ്പ ഗൾഫിലാണ്. അപ്പൊ ഞാനും ഗൾഫിലേക്ക് പോകും. ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ഗുരുവായൂരപ്പൻ കോളേജിലാണ് BSc ഫിസിക്സ്. അപ്പൊ അവിടുന്ന്
ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് PSCനെ പറ്റി ഞാൻ അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ല. അത് എൻ്റെ വീട്ടിലാരും പറഞ്ഞുതരാനുമില്ല, ഫാമിലിയിലും ആരും പറഞ്ഞുതരാനില്ല. സർക്കാർ ജോലി കിട്ടും. അമ്മോനുണ്ട്, മൂപ്പര് പോളിടെക്നിക്കൽ മാഷേന് തിരൂര്. മൂപ്പര് കുറച്ച് ഗൈഡൻസ് ഒക്കെ തരും, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ആരും ഞാൻ പോലീസിൽ എത്തിപ്പെടുന്ന ആരും വിചാരിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ദിവസം കോളേജിൽ എല്ലാവരും ഈ PSCന് അന്ന് ബബിൾ ചെയ്യുന്ന പരിപാടി, ബബിൾ ചെയ്തിട്ട് അപേക്ഷ എഴുതി കൊടുക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് അപേക്ഷ വെച്ച് അത് എന്തോ ബബിൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ആയി, അത് റിജക്റ്റ് ആയി. രണ്ടാമത് വെച്ചത് ഇത് കേരള പോലീസിലാണെന്നോ കോൺസ്റ്റബിൾ തസ്തിക അതിൽ എന്തൊക്കെ സ്കെയില് ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ജോലി വേണമെന്നുള്ള ഒരു വാശി അന്ന് എൻ്റെ ഉള്ളിലൊരു വാശി വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് ബബിൾ ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് എൻഡ്യൂറൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കോഴിക്കോട് ബീച്ചിൽ IR ബറ്റാലിയനിലേക്കാണ് ഇത് എടുക്കുന്നത്. IR ബറ്റാലിയനിൽ ബോണ്ട് പീരീഡ് ഉണ്ട്, ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവര് കോഴിക്കോട് ബീച്ചിലോ ഹോട്ടലിൽ അല്ല റോഡിൽ വെച്ചിട്ട് 5 കിലോമീറ്റർ ഓടാൻ പറഞ്ഞു. അന്ന് ആ സമയത്ത് ഞാൻ കുറച്ച് അൽഹിന്ദിലുള്ള ബസ്സിലെ ഡ്രൈവറും ആയിട്ടുള്ള ജോലിക്ക് പോകുന്ന ഡിഗ്രി ഉണ്ട്, അതിന്റെ കൂടെ ഇതും പോകുന്ന ചെലവിനുള്ള പൈസ എന്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാക്കാന്നുള്ള പോക്കറ്റ് മണിയിലൊക്കെ വീടിന്ന് നടന്നു പോകലാണ്. ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അവരുടെ കൂടെ കോളേജിലേക്ക് അവിടുന്ന് ഒരു കുറച്ച് ദൂരം പോകാണ്ട്, അല്ല ഓട്ടോ ഷെയർ ചെയ്ത് പോകാം. അങ്ങനെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ഈവനിങ് ടൈം എല്ലാതും ഈ ബസ്സിലെല്ലാം നൈറ്റ് സർവീസ് തിരുവനന്തപുരം, കോഴിക്കോട്, ബാംഗ്ലൂർ ബസ്സിലൊക്കെ അങ്ങനെ ഡ്രൈവറായിട്ടും ഹെവി ലൈസൻസ് അന്ന് തന്നെ ഒരു ക്രേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അപേക്ഷ ചെയ്ത് ഇവർ എൻഡ്യൂറൻസിന് വേണ്ടി വിളിച്ച സമയത്ത് 5 കിലോമീറ്റർ ഓടണം. അപ്പൊ അന്ന് കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനോട് എൻ്റെ ഓടുന്ന ശൈലി, എങ്ങനെ ഓടണം, ഇതെല്ലാം കുറച്ചൊരു പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഗ്രൗണ്ട് ഓടാൻ വേണ്ടി ബട്ട് റോഡിൻ്റെ അവിടെ എത്തിയ സമയത്ത് കുറേ പേര് ഒരുമിച്ച് 7 മണിക്ക് എൻ്റെ കൂടെ ഡിഗ്രിക്ക് അന്നുള്ളവരും ഉണ്ട്, സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് പ്രതീക്ഷയില്ല എനിക്ക് 5 കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഓടാൻ വേണ്ടി ഇങ്ങനെ ലൈനിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഒന്നങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞു. എന്നാൽ ഈ ഓടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ബാക്കോട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് ബോക്സിങ്ങിൽ വർക്ക് ചെയ്യുന്ന സനീഷ്, അവനിപ്പോൾ പോലീസിലുണ്ട്, സനീഷ് എന്നോട് പറഞ്ഞത് കൺസിസ്റ്റൻസി അതാണ് മെയിൻ. നീ ഇവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല, ഫിനിഷ് ചെയ്യാൻ അവിടെ വേണം, അതാണ് കൺസിസ്റ്റൻസി എന്ന് അവൻ പറഞ്ഞ് തൊള്ള തുറന്നിട്ട് ഓടിക്കുവാറ്. കിതയ്ക്കും ഓട് തന്നെ വേണം എന്ന് പറഞ്ഞു. എനിക്കിത് കിട്ടണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഫാദർ നാട്ടിലില്ല, ഫാദർ ഗൾഫിലാണ്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ കൂടെ നിയാസ് ഉണ്ടായിരുന്നു. നിയാസാണ് എന്നെ അന്ന് മെൻറ്റർ ചെയ്തിരുന്നത്, ഓടണം എന്നൊക്കെ പറഞ്ഞു തന്നു. അവന് താല്പര്യമില്ലാത്തതുകൊണ്ട് പോലീസിൽ താല്പര്യം അവൻ മാറി നിന്ന് എന്നെ വെൽക്കം ചെയ്യാൻ അവിടെ ഞാൻ ഉണ്ടാവും, നീ ഓടി വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനവിടെ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ബസ്സിലിങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് ഇത് എത്ര 5 കിലോമീറ്റർ ആണെന്ന് പോലും എൻ്റെ കണക്കിലില്ല. അന്ന് 5 കിലോമീറ്റർ ഓടണം, ഇത് എത്ര ഉണ്ടാവും എന്നുള്ളൊരു കണക്ക് ഇല്ലാണ്ട് ഞാനങ്ങനെ ഓടി കുറച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ നേരത്ത് എൻ്റെ കൂടെ ഉള്ളവർ കുറേ ആൾക്കാർ മുന്നിൽ പോയി, കുറേ ആൾക്കാർ ബാക്കിൽ, മുന്നിൽ പോയ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്ന സൈഡിൽ കിതച്ച്. പിന്നെ ഇങ്ങനെ പോലീസുകാർ ഹോർഡിങ് ഇങ്ങനെ വെക്കാൻ തുടങ്ങി. 2 കിലോമീറ്റർ, ഇനി 100 മീറ്റർ, 500 മീറ്റർ, അങ്ങനെ കാണുമ്പോൾ പ്രതീക്ഷ. അപ്പൊ ഒരു പോലീസ് ഒരു മാഡം പറഞ്ഞു കുറച്ചും കൂടി ഉള്ളൂ. അങ്ങനെ ഞാനങ്ങ് ഓടി കയറിലും ആ ഫിനിഷിങ്ങിന്റെ കയറ് പിടിച്ച് വലിച്ച് പിന്നെ ആരും ഉള്ളോട്ട് കയറ്റില്ല. അന്നാകെ എൻ്റെ ആ ഒരു ഓടിയിലാകെ 10 പേരെ അതിൽ കഴിച്ചിലായിട്ടുള്ളൂ. ഞാൻ എങ്ങനെ കഴിച്ചില്ലാന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരുള്ളിലുള്ള ഒരു വാശി തന്നെയാണ്. എൻ്റെ ഒരു വാശി മാത്രം, ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഒരു PSCയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാലിബർ ആയിട്ടുള്ള നമുക്കൊരു എഡ്യൂക്കേഷൻ, ഒരു പരന്ന വായന എന്നുള്ളതൊക്കെ വേണമല്ലോ. അത് ഓട്ടം കഴിഞ്ഞ പാടെ ഞാൻ നേരെ കുഴങ്ങി കൈ കുത്തിയിട്ട് അങ്ങനെ കിടന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് എൻ്റെ പൾസ് നോക്കിയിട്ട് പറഞ്ഞു, സാറേ കൊണ്ടുപോണ്ടിരുന്നു പറഞ്ഞു. ഞാൻ സാറ് കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം പറഞ്ഞു. എന്നാൽ ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നെയാണ് അതിൻ്റെ ഫിസിക്കലി നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ റിക്കവറായി തിരിച്ചു പോകുന്നത്. പിന്നെ അവിടെ ചോദിക്കാൻ തന്നെ ഞാൻ അപ്പം തന്നെ അന്ന് ആ കോയിൻ ബോക്സുള്ള സമയത്ത് STD ബൂത്ത് കയറിയിട്ട് ഫാദറിനെ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻഡ്യൂറൻസ് പാസ്സായിട്ടുണ്ട് 5 കിലോമീറ്റർ. ഓക്കെ, ഇനി എന്താ അടുത്തതെന്ന് ചോദിച്ചു. അടുത്തത് എക്സാമിന് വേണ്ടി വിളിക്കും. അപ്പോൾ PSC ആണ്, ഇനി അത് കഴിഞ്ഞിട്ടാണ് PSC എക്സാം. അങ്ങനെ എരഞ്ഞിപ്പാലത്തുള്ള ഒരു അക്കാഡമിയിൽ പോയിട്ട് ഈവനിങ് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് നേരെ ഈവനിങ് ക്ലാസ് പോയിട്ട് ഞങ്ങൾ പാസ്സായവരെല്ലാവരും ഇതന്നെ വൈകുന്നേരം ഇരുന്ന് PSC ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് അവസാനം ലിസ്റ്റ് കയറി. ആ ഒരു എക്സാമിന് പാസ്സായത് ഞാൻ മാത്രം, ആ ഒരു PSC ടെസ്റ്റിൽ. അങ്ങനെ ഒരു ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് 2ാമത്തെ ബാച്ചിലാണ് കയറുന്നത്. 2ാമത്തെ ബാച്ച് കയറിയപ്പോൾ ഞാൻ ലേറ്റായിട്ടേ കയറി. കോളേജിലെ കുറച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം കുറച്ച് ഡിലേ ആയി കയറാൻ. പോലീസ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 2019 വരെ പോലീസിലെ എന്താണ് പോലീസിംഗ് എന്നും കുറേ കാര്യങ്ങൾ
ഒരുപാട് കാര്യങ്ങൾ എനിക്കന്ന് പഠിക്കാൻ പറ്റി. ലീഡർഷിപ്പ് എങ്ങനെ എടുക്കണം, പല ട്രെയിനിങ്, പല വെപ്പണ്, IPC, CRPC, ഇപ്പം IPC ഇല്ല. ഇതെല്ലാം എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ എവിടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, എവിടൊക്കെ അപ്പോയിന്റ്മെന്റ് ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേരള പോലീസിൽ 6 മാസം, അത് കഴിഞ്ഞിട്ട് 9 മാസം കേരള പോലീസ്, പിന്നെ 9 മാസം CRPF, BSF അവരെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വാഞ്ചിങ് ഹെയറോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മണിപ്പൂരുള്ള ഏരിയയിൽ, പിന്നെ ചെന്നൈ ആവടി CRPFന്റെ ക്യാമ്പിൽ. അതൊക്കെ ടഫായിരുന്നു. നമ്മൾ ഇവിടുത്തെ ട്രെയിനിങ് ഒന്നുമല്ല, അവർക്കൊന്നും നോക്കാനില്ല, അവർക്കൊരു പുതിയതായിട്ടൊരു ഫ്രഷ് ആളെ കിട്ടിയില്ല എന്നുള്ളതിൽ. ചെന്നൈ ആവടിയിൽ ഭയങ്കര ടഫായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഫീൽഡ് അറ്റാച്ച് ചെയ്തു BSFൽ. പക്ഷെ അന്നൊക്കെ രാവിലെ 4 മണിയാകുമ്പോൾ നേരം വിളിക്കും നോർത്ത് ഇന്ത്യയിൽ. അവിടെ ആ BSFകാരൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന കാണുമ്പോൾ നമ്മളൊക്കെ എന്തോ സ്വർഗത്തിലാണ്. അവിടുത്തെ ഒരു ലൈഫ് അത് വേറെ തന്നെ. അങ്ങനെ പല ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ആയിട്ട് പോയിട്ട് കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, എല്ലാ സ്റ്റേറ്റിലും, കർണാടക, തമിഴ്നാടൊക്കെ ഇഷ്ടംപോലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്വർഗത്തിലാണെന്ന് ഞാൻ ദൈവത്തിനോട് കുറേ പ്രാവശ്യം നന്ദി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ഉള്ളവരും. അങ്ങനെയാണ് പോലീസിലെത്തിയത്. പോലീസിലെത്തി ഈ ബിസിനസ് ആദ്യം ഉണ്ട്. ഡിഗ്രി കഴിഞ്ഞ ഒരു ഗ്യാപ്പിൽ ഫാദർ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എക്സ്പോർട്ട് ബിസിനസ്സിനെ പറ്റി പഠിക്കണം. അന്ന് ഞാൻ പന്തിരങ്കാവിൽ ഒരു മഴയത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് വിളിച്ച്, ഞാൻ വണ്ടി സൈഡാക്കി എക്സ്പോർട്ടിനെ പറ്റി പഠിക്കുകയാണ്, ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ എക്സ്പോർട്ട് ഇത് പടച്ചാണ്, അതിപ്പോ എങ്ങനെയായിരിക്കും. ഇതിലൊരു കോയിൻസിഡൻസ് ഉണ്ട്. 2 കമ്പനി ആണെങ്കിലും നമ്മൾ എക്സ്പോർട്ടിംഗ് ആണ് കൂടുതലായിട്ടും. നിങ്ങൾ ഫുൾ എക്സ്പോർട്ടിംഗ് ആണ്, എക്സ്പോർട്ടിംഗ് ആണ്. അതും ഗാർമെന്റ്സ്, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എങ്ങനെയായിരിക്കും കുറെ ക്വസ്റ്റ്യൻ. അന്ന് ഇന്റർനെറ്റ് ഇതേപോലെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് രാത്രി 12 മണിക്കാണ് നെറ്റ് സ്പീഡ് കിട്ടും. വീട്ടില് കമ്പ്യൂട്ടർ ഉണ്ട്. ഫാമിലി ബിസിനസ് ആണെങ്കിലും ഇങ്ങളും കൂടി ഫൗണ്ട് ചെയ്തൊരു ബിസിനസ് ആണ്. ഫാമിലി ബിസിനസ് നിങ്ങളും കൂടിയാണ് അതിൽ ഫൗണ്ട് ചെയ്യാൻ അതിന്റെ ഒരു ത്രെഡ് ഇട്ടെന്നത്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ നിങ്ങൾ അന്ന് OLX ഉണ്ടായിരുന്നു. OLXൽ ഒരു ആഡ് ഇട്ടു. OLXൽ ഇങ്ങനെ തപ്പിയപ്പോ ഫാദർ ഇങ്ങനെ പറഞ്ഞു, ഇതിനൊരു പേര് പറയുന്നുണ്ട്, ഞങ്ങളെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന കഥയാണ് സർപ്ലസ് ഗാർമെന്റ്സ് എന്നാണ് പറയാം. ഇപ്പൊ അത് സുലഭമാണ്. അന്ന് ഈ സർപ്ലസ് എന്ന് പറയുമ്പോൾ ഫാദറിനെ എങ്ങനെ ആലോചിച്ചിട്ട് എവിടുന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് സർപ്ലസ്? അത് ഇൻഡെപ്തായിട്ട് പറയുന്നത്, ഇപ്പം നൗഷാദ് എനിക്ക് ഒരു 1000 പീസിന്റെ ഓർഡർ ചെയ്ത്, ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 1000 പീസിന് എനിക്ക് ക്വാളിറ്റി ഉള്ള ഇന്നമിന്റെ 1000 പീസിന്റെ ഓർഡർ തന്നു. 1000 പീസ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ 1000 പീസ് അടിച്ചാൽ നിങ്ങൾക്ക് 1000 പീസ് എനിക്ക് തരാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ ഡൈ മിസ്റ്റേക്ക് വരും, ചിലപ്പം സ്റ്റിച്ചിങ് മിസ്റ്റേക്ക് വരും, കട്ടിങ് മിസ്റ്റേക്ക് വരും. പല മിസ്റ്റേക്ക് വരുമ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 5%ഓ അല്ലെ 10% എക്സസ് അടിക്കും. അതിൻ്റെ കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ കോസ്റ്റും തരുന്നത്. അപ്പോൾ ഈ 10%-ൽ ഇപ്പം 1000 പീസ് വന്ന് ഫൈനൽ ഇൻസ്പെക്ഷന് വന്ന് 1000 പീസും ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ അങ്ങ് പാസ്സാവും. പിന്നെ ഈ 10% അവിടെ കിടക്കുക, അത് പിന്നെ നമ്മളെ മാർക്കറ്റിലേക്ക് വരും. അതാണ് ഒറിജിനൽ സർപ്ലസ്. ഇപ്പം അത് വേറെ രീതിയിലൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, മേക്ക് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടും വരുന്നുണ്ട്. അങ്ങനെ അത് വേണമെന്നാണ് അന്ന് ബയ്യർ പറഞ്ഞത്. അങ്ങനെ ഫാദർ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വന്ന് ബാംഗ്ലൂർ ഞങ്ങൾ ഫസ്റ്റ് ഓഫീസ് പറഞ്ഞു. വേറെ കാര്യം ചോട്ടെ, എക്സ്പോർട്ടിൽ ബയ്യറെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ടാസ്ക് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ബയ്യർ എന്നുള്ള ഒരാൾ ഇങ്ങോട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്തത്, അതിലേക്ക് എങ്ങനെ? അത് എൻ്റെ ഫാദറിന്റെ ക്വാളിറ്റി തന്നെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ വാപ്പ 25 വർഷമായിട്ട് സൗദിയിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്കൂൾ ബസ്സിലെ മാനേജ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഡ്രൈവറായിട്ട് പോയി പിന്നെ മാനേജ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അവർ റിയാദിന് ഹെഡ് ഓഫീസ്, മക്ക ഓപ്പറേഷൻസ് മൊത്തം ഹജ്ജ് പിൽഗ്രിംസിനെ കൊണ്ടുവന്ന ഡ്യൂട്ടിയായിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു പള്ളി ഈ നമ്മളിപ്പോഴത്തെ ബയ്യറെ ഫാദർ ബിൽഡ് ചെയ്ത പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇങ്ങനെ പള്ളിയിൽ വരുന്നവർ വാപ്പ ബയ്യർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പോയ സമയത്ത് ഇങ്ങനെ ഫാദറിനെ മീറ്റ് ചെയ്തത് എനിക്ക് ഇതേപോലെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ മൂപ്പർക്ക് കട ഉണ്ട്, കടയിൽ മിസ്രികളാണ് ഡ്യൂട്ടിക്കുള്ളത്, കച്ചവടം ഉണ്ട്, പൈസ കിട്ടുന്നില്ല. അങ്ങനെ എന്താ സൊല്യൂഷൻ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞ് ഇങ്ങനെ ഞാനൊരു പണിക്കാരനെ തരാം, നീ അവനെ ഇപ്പം ഉള്ളവനെ ഒഴിവാക്കുന്ന പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ആപ്പാപ്പ എന്ന് പറയുന്നത്, വാപ്പൻ്റെ അനിയത്തിൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് അങ്ങോട്ട് വിസ എടുത്ത് പോയി. അപ്പോൾ അത് പിന്നെ ബയ്യർക്ക് ട്രസ്റ്റായി. അപ്പോൾ ഓൾറെഡി അവർ ജിദ്ദന്ന് പർച്ചേസ് ചെയ്തിട്ട് മക്കന്ന് വിൽക്കുന്ന ഒരു സിസ്റ്റം. പിന്നെ ആൾക്ക് ഒരു സ്റ്റാഫിന് കിട്ടി ബംഗ്ലാദേശിന് എടുക്കാൻ തുടങ്ങി സർപ്ലസ്. പിന്നെ ആൾ പറഞ്ഞ് ഇതൊക്കെ വരുന്ന സാധനത്തിനെല്ലാം ഉള്ളിൽ വാഷ് കെയറിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുന്നുണ്ട്, നിനക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ചോദിക്കുന്നത് ആപ്പാപ്പനോടാണ്. ആപ്പാപ്പ പറഞ്ഞു എനിക്കാവില്ല,
മൂസനോട് ചോദിച്ചു എന്ന് പറഞ്ഞ് ഫാദറായിട്ട് സംസാരിച്ച് ഫാദർ ഓക്കെ സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു അങ്ങനെ ഒരു എന്താ പറയാ എല്ലാം നിങ്ങൾ ചെയ്ത പോലെ എല്ലാം പഠിച്ച് ഇതാക്കി ഇങ്ങനെ ഞാൻ മനസ്സിലാക്കണം ബിസിനസ്സിലും എക്സ്പോർട്ട് ബിസിനസ്സിലും എസ്പെഷ്യലി ട്രസ്റ്റ് നിങ്ങളാ പറഞ്ഞതിൽ കോട്ട് ചെയ്ത് പറയാം. ട്രസ്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര ഘടകം. അന്ന് ആൾക്ക് ഒരു ഷോറൂം ഉള്ളായിരുന്നു. ഇപ്പൊ 28 ഷോറൂം ഉണ്ട്. അന്ന് മുതൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. 2009 മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അന്ന് സർപ്ലസ്, പിന്നെ മൂപ്പര ബ്രാൻഡ് നെയിമിൽ, പിന്നെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇപ്പൊ വൂവണ് ഞാൻ ഹെഡ് ചെയ്യുന്നു, അനിയനുണ്ട്, അനിയന് നിറ്റ് ഹെഡ് ചെയ്യുന്നു. ആ രീതിയിലായി. ഇപ്പൊ ഞങ്ങൾ സെക്കൻഡ് സ്റ്റിച്ചിങ്ങിന് മാത്രമേ ഒരു സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. പിന്നെ ഫോറിക്ക് തമിഴ്നാട് തിരുപ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാർമെന്റ്സ് ഇൻഡസ്ട്രി ഉള്ളൊരു ഏരിയയാണ്. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഫൈറൂസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈറൂസിന്റെ പ്രത്യേകത ഞാൻ കണ്ടിടത്തോളം ഫൈറൂസ് ഭയങ്കരമായിട്ട് ആറാണ്ടി ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ഒരു ആറാണ്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ആൾ. ഓരോ കാര്യത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം നമുക്കൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബി സ്കൂളിൽ എത്തിയതും. നമുക്കൊരു ബയ്യർ വന്നു ദുബായിൽ നിന്ന്. അവർക്ക് ട്രഡീഷണൽ ദുബായ് വെയറും പിന്നെ 2-3 ഐറ്റംസ് അങ്ങനെ വന്നതാണ്. അങ്ങനെ ഞാൻ നൗഷാദിനെ വിളിച്ചു, വാന്ന് പറഞ്ഞു, നിങ്ങളതൊരു ട്രോപ്പിക് റൂട്ട്സിൽ വരുന്ന മുമ്പ് വാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങളത് ഇരുന്ന് ഇപ്പോഴും മൂസിന് ഇന്നലെ മെഞ്ഞാന്നല്ലോ പറയാം 5 പീസറ്റോ എടുത്തു. ആ 5 പീസിനോ അവന് വേറെ ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റും അവന് ഫിറ്റ് ആവുന്നില്ല. ഞങ്ങളുടെ അടുത്ത് മാനിക്യും ഉണ്ട്, സ്റ്റാൻഡേർഡ് യൂറോപ്യൻ മെഷർമെന്റിലുള്ള എല്ലാ മാനിക്യും ഉണ്ട്. അതിന് മുകളിൽ ഇട്ട് നോക്കിയിട്ട് പെർഫെക്റ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ബൾക്കിലേക്ക് എടുക്കുള്ളൂ. സാമ്പിൾ ബയ്യർക്ക് അയച്ചിട്ട് അത് പിന്നെ ഓരോ ബയ്യർക്ക് ഓരോ പ്രോസസ്സാണ്. അവർ കൊണ്ടുവന്നത് തലാൽ ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ബെഞ്ച് മാർക്ക് ചെയ്യാൻ തന്നത്. അതിൽ അവർ ഇന്ന സ്പെസിഫിക്കേഷൻ വേണം, ലൈക്ര വെച്ചിട്ട് വേണം, ലൈക്ര വെച്ചിട്ട് ഇന്നർ വെയർ, ബനിയന്, ടീഷർട്ട്, പിന്നെ വേറെ ഈ അടുത്ത് ലേറ്റസ്റ്റ് അവർ വുസാർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും കൂടി പെട്ടി വരെ ഞങ്ങൾ ഇന്നോസ് ഡിസൈൻ ചെയ്തിട്ടാണ് അവർക്ക് അതിന്റെ പാക്കിംഗ് മെറ്റീരിയൽ ചെയ്ത്. ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കത് ആദ്യം ഒരു ആഗ്രഹമാണ്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക, അതിന്റെ ഇങ്ങനെ മുന്നിൽ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. അത് ഭയങ്കര ഒരു ഫൈസൽ സാറും കൂടി പറഞ്ഞു, നീ ഞങ്ങളോട് ചോദിച്ചു ഫൈസൽ സാർ പറഞ്ഞത് അത്രയും ക്വാളിറ്റിയിലെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അതൊരു ബ്രാൻഡ് ആക്കിയില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് ആക്കിയില്ല എന്നുള്ളത് ഭയങ്കര ഒരു. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തുക, അതിലേക്ക് ആറാണ്ട് ചെയ്യുക, അതൊരു ശരിക്കും പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ നമ്മളെ പ്ലേ ഗ്രൗണ്ട് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബ്രാൻഡ് ആക്കി വിൽക്കുക എന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റൂല. എനിക്ക് നിങ്ങളൊരു സാധനം തോന്നുന്നു, ഇന്ത്യ ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ഗാർമെന്റ് ഒന്ന് നോക്കി ഞാൻ ഉണ്ടാക്കി തരും. ഞങ്ങളുടെ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ്. അത് ഞങ്ങൾ സ്വന്തം സ്ഥലം എടുത്ത് ബിൽഡിംഗ് കെട്ടിയതാണ്, ഫാദറിന്റെ ഐഡിയ ആണല്ല. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 20 പേര് ഡയറക്റ്റ് സ്റ്റാഫ് ഉണ്ട്. പിന്നെ കോൺട്രാക്റ്റിലാണ് അധികം ഉള്ളത്. പിന്നെ മെഷീനറീസ് ഞങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടാക്കാൻ അവിടെ ഹാൻഡിൽ ആയിരുന്നു, കൈകൊണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം ആയിരുന്നു. അതിപ്പോ മാറ്റി മെഷീൻ വാങ്ങി, പാറ്റേൺ ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള മെഷീൻ വാങ്ങി. ഇപ്പൊ ഏകദേശം എത്ര സ്റ്റാഫ്, നമുക്ക് ഒരു മാസം എത്ര പ്രൊഡക്ഷൻ കപ്പാസിറ്റി? ഒരു ടീഷർട്ട് ഒക്കെ ആണെങ്കിൽ 3 ദിവസം കൊണ്ട് 1000 പീസൊക്കെ അടിച്ചു പോകും, ഇറക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയിലേക്കുള്ള ബയ്യർക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്ന പോലെ വൈറ്റ് ലേബിൾ എന്ന് പറഞ്ഞ് ഒരു ബൈങ് ഓഫീസ് വഴി, മുംബൈയിലുള്ള ബൈങ് ഓഫീസ് വഴി USA കുറച്ച് പീസ് ചെയ്ത് അവരെ സെക്കൻഡ് ഓർഡർ വന്നിട്ടുണ്ട്. അത് ആഫ്രിക്കൻ കൺട്രിയിലൊക്കെ ടീഷർട്ട് സാധനങ്ങൾ. അപ്പൊ സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞു. ഇതിന് എനിക്ക് ബയേഴ്സിനെ കിട്ടിയത് എക്സ്പോ അറ്റൻഡ് ചെയ്തിട്ടാ. എക്സ്പോയിലൂടെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലെവലാണ്. ഇതിലേക്കൊന്നും ഞാൻ വരൂലായിരുന്നു. ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞ് ഈ പോലീസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഞാൻ സത്യം പറഞ്ഞ മാർക്കറ്റിലാണ്ടപ്പോ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ എന്താ എവിടുന്ന അപ്പൊ ഇത് ചെയ്യുക, എങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇത് ഫാദറിനോട് ചോദിക്കുമ്പോൾ ഫാദർ ഇതാ ഫാബ്രിക്കാന്ന് പറയും, വേറെ ആൾ ചോദിക്കുമ്പോൾ ഇത് വേറെ ഫാബ്രിക്കാന്ന് പറയും. ആർക്കും ഒന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ഗൈഡ് ചെയ്യാൻ ആരും ഇല്ല. അവസാനം ഞാൻ ഓൺലൈനിൽ ആമസോണിൽ ഒരു ബുക്ക് കാനഡയിൽ നിന്ന് വരുത്തിച്ച് അതിലെല്ലാ ഫാബ്രിക്കും ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, ഫാബിലുണ്ട്, റെഫറൻസിന് വേണ്ടി എടുക്കുന്നത്. ആ ബുക്ക് ഭയങ്കര ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്ക്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് എന്തായാലും ഭയങ്കര കാരണം ഇപ്പൊ നമ്മള് 2 കമ്പനി ആണെന്നുണ്ടെങ്കിലും എക്സ്പോർട്ടിംഗ് ആണല്ലോ. എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അതൊരു നമ്മളെ ഇന്ത്യന്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ എക്സ്പോർട്ടിംഗ്. കാരണം വിദേശ നാണ്യം ഇങ്ങോട്ട് വരികയാണ്. സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യം നമ്മളെ ഫണ്ട് അങ്ങോട്ട് പോവാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ കർഷകരെടുത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പരുത്തി ആണെങ്കിലും നമ്മളെ ചക്കയാണെങ്കിലും എല്ലാം നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു വാല്യൂ ആഡീഷൻ വരുത്തിയിട്ട് അത് നമുക്ക് വൈറ്റ്സിനാണെങ്കിലും അല്ലെങ്കിൽ അറബ്സിനാണെങ്കിലും നമ്മളെ ഇന്ത്യയിലെ നമ്മളെ കർഷകരുടെ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ എന്തായാലും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അത് വലിയൊരു കാര്യമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ എക്കണോമിയില് തീർച്ചയായും. ഉറപ്പായിട്ടും. കുറെ എന്താ റഹീംഖാന്റെ അഭിപ്രായം? അതെ അതെ അതെ. പറഞ്ഞത് എന്താ വെച്ചാല് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിന്റെ പാർട്ടായിട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ബി സ്കൂളിൽ വന്നതിന്റെ പേരിലാണ് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാവരും ബി തമ്മിലുള്ളൊരു- സ്കൂളിൽ വന്നുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയത്. അല്ലെങ്കിൽ ഞാൻ പോവില്ല. എനിക്ക് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഫാദർ അക്സെപ്റ്റ് ചെയ്യില്ല. ഗ്രാസ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ അനിയൻ ഈ ബാച്ചിലുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോ ഈസിയാണ്. ഫാദർ ഞാൻ കൊണ്ടുവന്ന ഇപ്പൊ ഞങ്ങളെ കമ്പനി തുടങ്ങിയ സമയത്ത് അങ്ങനത്തെ ഒരു SOP കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം കൊണ്ടുവന്ന ഒരു ഓർഡർ ഒന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇല്ലെങ്കിലാണ് വർക്ക് നടക്കുന്നത്. കമ്പനി ആക്കിയപ്പോ വാപ്പ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, MBAക്ക് വിട്ടിട്ട് കാര്യം ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മളെ ഈ ഒരു വേദി ഒരുക്കിയതില്ലേ, അതൊക്കെ നമ്മളൊക്കെ ഇവിടെ ജോയിൻ ചെയ്തതും ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ കാരണമൊക്കെ എന്തായാലും ബി സ്കൂളും നമ്മളെ ആ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ കൺസോർഷ്യം സൊക്കുവ. അപ്പൊ ആ സൊക്കുവയിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റും നമുക്ക് അതിൽ സംസാരിക്കാം, അവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ചോദിക്കാനും പറയാനും ഇനിയും ഉണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ. സമയമില്ല. തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് നമുക്ക് തൽക്കാലത്തേക്ക് കൺക്ലൂഡ് ചെയ്യാം.